മാർച്ച് 6 വ്യാഴാഴ്ചയാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഏഴര പൊന്നാന ദർശനം. ഈ ഏഴര പൊന്നാന എങ്ങനെയാണ് ഏറ്റുമാനൂരപ്പൻ്റെ അടുത്ത് എത്തിയതെന്ന് നമുക്കൊന്ന് കേട്ടാലോ. അതായത് തിരുവിതാംകൂർ വാണിരുന്ന രാമവർമ്മ രാജാവ്, അദ്ദേഹത്തിന് ഒരാഗ്രഹം, വൈക്കത്ത് അമ്പലത്തിലേക്ക് എന്തെങ്കിലും ഒരു സമർപ്പണം വേണമെന്ന്. അങ്ങനെ അദ്ദേഹം ആലോചിച്ചിട്ട് തീരുമാനിച്ചതാണ് 7 ആനകളെയും ഈ ആനയുടെ പകുതിയുള്ള ഒരു ആനയും അതിനെ സമർപ്പിക്കാവുന്ന, ജീവനുള്ള ആനയല്ല കേട്ടോ. ഇത് ഉണ്ടാക്കിയത് പ്ലാവിൻ്റെ തടിയിലാണ് ഈ ആനയെ ഉണ്ടാക്കിയത്. എന്നിട്ട് സ്വർണവും പൂശി. അതാണ് നമ്മുടെ ഏഴര പൊന്നാന. അങ്ങനെ വൈക്കത്ത് എത്തിക്കണം ഇതിനെ. പക്ഷേ അന്ന് ഇന്നത്തെ പോലെയുള്ള വാഹന സൗകര്യമൊന്നും ഇല്ലല്ലോ, ലോറിയിലൊന്നും കയറ്റിക്കൊണ്ട് പോകാനൊന്നും പറ്റില്ല. അപ്പം ചുമന്നുകൊണ്ടാണ് യാത്ര, നടന്നാണ് യാത്ര. അപ്പോൾ ഇതിനായിട്ട് ചുമട്ടുകാർ, പിന്നെ രാജഭടന്മാർ, കാര്യസ്ഥന്മാർ എല്ലാവരും കൂടി ഒരു ടീം ഇങ്ങനെ നടക്കുകയാണ് ഈ ആനയൊക്കെ ആയിട്ട്. അങ്ങനെ നടന്ന് ഏറ്റുമാനൂരെത്തി. പറഞ്ഞെന്നാൽ നമുക്കിവിടെ ഒന്ന് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ശകലം വിശ്രമം, എന്നിട്ട് നമുക്ക് യാത്ര തുടരാം എന്ന് തീരുമാനിച്ചു. എല്ലാവരും കൂടെ സമ്മതിച്ചു. അങ്ങനെ എന്നിട്ട് അപ്പോൾ ഈ ആനയൊക്കെ പടിഞ്ഞാറേ നടയിൽ ഇറക്കി വെച്ചു. എന്നിട്ട് അവിടുത്തെ ക്ഷേത്രം കാവൽക്കാരുണ്ടോ, കാവൽക്കാരനോട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാം, അതിൻ്റെ വരെ ഇതിനെ കയറ്റോളണം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, റെഡി, ഞാനതൊക്കെ ഏറ്റു എന്നും പറഞ്ഞ് ഇവരതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് പതുക്കെ എത്തിയപ്പോഴത്തേക്കും ഉണ്ടല്ലോ എല്ലാവരും ഞെട്ടിപ്പോയി. ഓരോ ആനയുടെയും തലയിൽ ഓരോ പാമ്പ്, ജീവനുള്ള പാമ്പേ. എന്തു ചെയ്യും? ഇതിനെ ഓടിക്കാൻ പറ്റുമോ, എടുത്തു കളയാൻ പറ്റുമോ? കുറേ സമയം ഇവർ വെയിറ്റ് ചെയ്ത് നോക്കി. അത് ഒന്നും ഇറങ്ങണില്ല, അതേപടി ആ തലയിലങ്ങനെ ഇരിക്കുക. അന്നേരത്തേക്ക് പിന്നെ എന്താ, വേറെ നിവൃത്തിയില്ലല്ലോ. ഉടനെ പ്രശ്നം വച്ചപ്പോൾ ഏറ്റുമാനൂരപ്പന് ഈ ആനകളൊന്നും ഇവിടുന്ന് പോണത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആന വേണം. അതാണ് ഉടനെ തന്നെ ശരി, അങ്ങനെ ആവട്ടെ എന്ന് ഉടനെ തന്നെ രാജാവിനെ വിവരം അറിയിച്ചു. രാജാവും സമ്മതിച്ചു. അങ്ങനെ 7 പൊന്നാന അവിടെയായി, ഏറ്റുമാനൂരപ്പൻ്റെ ആയി. അതോടൊപ്പം തന്നെ രാജാവ് എന്തായാലും വൈക്കത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ, വൈക്കത്ത് സ്വപ്നത്തിൽ വൈക്കത്തപ്പൻ പറഞ്ഞു, വേറെ വിഷമിക്കുമൊന്നും വേണ്ട, ഒരു സഹസ്രകലശം നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഏറ്റുമാനൂരപ്പൻ്റെ സ്വന്തമായി ഈ 7 പൊന്നാന.